ഹായ് ഡിയർ JEE ആസ്പിരൻസ്, JEE 2026 സെഷൻ 1ന്റെയും സെഷൻ 2ന്റെയും എക്സാം ഡേറ്റ്സ് അനൗൺസ് ചെയ്തു. സെഷൻ 1ന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. JEE മെയിൻസിനെ കുറിച്ച് ഇപ്പോഴും പല കുട്ടികൾക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത് തീർക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അല്പ ലെങ്ത് ഉണ്ടാവും. നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിരിക്കുക. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഒന്ന് താഴെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളെ സംശയങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ കുഞ്ഞു ഇതുപോലുള്ള വീഡിയോസ് ഈ ചാനൽസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. JEE മെയിൻ 2026 എന്ന് പറഞ്ഞ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള NITകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIITs, അതുപോലെ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ചില ടെക്നിക്കൽ കോളേജസ് ഉണ്ട്. ഇതിൽ എന്ത് വരുന്നുണ്ട്, IITസും ഐസറുകളും അതൊക്കെ വരുന്ന IIMs ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഈ NITസും IIITസും അല്ലാതെ മറ്റു ചില കോളേജസിലേക്കും നിങ്ങൾക്ക് പ്രവേശനം സാധിക്കും. ഇനി ചില സ്റ്റേറ്റ് കോളേജസുകളും ചില പ്രൈവറ്റ് കോളേജുകളും JEE മെയിൻസിന്റെ സ്കോർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ പ്രധാന മറ്റൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ IITകളിലേക്കൊക്കെയുള്ള JEE അഡ്വാൻസ് എന്ന് പറഞ്ഞ ഇതിന്റെ രണ്ടാം ഘട്ട എക്സാമിന്റെ ക്വാളിഫിക്കേഷനും JEE മെയിൻസിലൂടെയാണ്. അതായത് നിങ്ങൾ ഈ എക്സാമിന് ഒരു മിനിമം മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് JEE അഡ്വാൻസ് എഴുതി കഴിഞ്ഞ് IIT പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഒക്ടോബർ 31 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നവംബർ 27 വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ സമയമെടുത്ത് മാത്രം അപ്ലൈ ചെയ്യുക, തെറ്റുകൾ വരുത്തരുത്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെഷൻ നമ്മുടെ JEE മെയിൻസിന് തന്നെയുണ്ട്. അതായത് നിങ്ങൾക്ക് 2 JEE മെയിൻസ് വേണമെങ്കിൽ എഴുതാം. JEE മെയിൻ സെഷൻ 1, അതായത് സെഷൻ 1 ജാനുവരിയിലാണ് നടക്കാൻ പോകുന്നത്. ഡേറ്റ് വന്നു കഴിഞ്ഞു. 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് സെഷൻ 1ന്റെ ഡേറ്റ്സ്. ഇനി അത് കഴിഞ്ഞ് ഏപ്രിലിൽ ഒരു സെഷൻ 2 കൂടിയുണ്ട്. അതിന്റെ ഡേറ്റ് ഏപ്രിൽ 1 മുതൽ 10 വരെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെഷൻ 1ഉം സെഷൻ 2ഉം എഴുതാം. ഇനി നിങ്ങൾ രണ്ടും എഴുതിയാലും അതിലെ ഔട്ട് ഓഫ് ദ ബെസ്റ്റ് മാത്രമേ എന്തുള്ളൂ നിങ്ങളെ സ്കോറായിട്ട് പരിഗണിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെഷൻ 1 മാത്രം എഴുതി സെഷൻ 2 എഴുതാന്ന് വെക്കാം. നേരെ തിരിച്ചും സെഷൻ 1 എഴുതാതെ സെഷൻ 2 എഴുതാം. ഇപ്പോൾ അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്, അതായത് ഈ ഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സെഷൻ 1ൻ്റെതാണ്. സെഷൻ 2ന്റെ അപ്ലിക്കേഷൻ ജാനുവരി, അതായത് സെഷൻ 1 കഴിഞ്ഞതിന് ശേഷം ജാനുവരി അവസാന ഡേയ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിലെ പേപ്പേഴ്സ് ആണ്. അവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, 2 പേപ്പേഴ്സ് ആക്ച്വലി എന്തിനുണ്ട്, JEE മെയിൻസിനുണ്ട്. പേപ്പർ 1 BE BTech കോഴ്സുകളിലേക്കുള്ള പേപ്പർ 1ഉം പേപ്പർ 2 BArch B പ്ലാനിംഗ് എന്ന് പറഞ്ഞ കോഴ്സിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കാറ്റഗറി ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. ആദ്യം നമുക്ക് BE BTech ഡിസ്കസ് ചെയ്യാം. BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, BTech ബാച്ചിലർ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞുള്ള ഈ 2 കോഴ്സസിലേക്കും നിങ്ങൾ പേപ്പർ 1 ആണ് JEE മെയിൻസിൻ്റെത് എഴുതേണ്ടത്. ഈ എക്സാംസിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞ ഈ 3 സബ്ജക്ട്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പെൻ ആൻഡ് പേപ്പർ അല്ല. നിങ്ങളൊരു അവർ അസൈൻ ചെയ്ത കമ്പ്യൂട്ടർ സെന്റർ, നിങ്ങളെ വീട്ടിലല്ല, അവർ അസൈൻ ചെയ്ത കമ്പ്യൂട്ടർ സെന്ററിൽ നിങ്ങൾ പോകുന്നു. ഒരു കൃത്യമായ സമയത്ത് നിങ്ങൾ എക്സാം എഴുതുന്നു. ക്ലിയർ അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് +1 +2 സിലബസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി പേപ്പർ 2 ആണെങ്കിൽ അതിൽ BArch ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, B പ്ലാനിംഗ് ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ 2 കോഴ്സുകളാണ് വരുന്നത്. അതിനുള്ളിൽ ചെറിയൊരു കാറ്റഗറി ഉണ്ട്. പേപ്പർ 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർലി BArchന് വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾക്ക് മാത്സിന്റെ കൂടെ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പേപ്പറും കൂടി വരുന്നുണ്ട്. ആൻഡ് മാത്സും ആപ്റ്റിറ്റ്യൂഡും കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ആയിരിക്കും. അതായത് കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. എന്നാൽ ഡ്രോയിങ് എന്ന് പറഞ്ഞത് പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്, ഓഫ്ലൈൻ ആണ്. നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് അസൈൻ ചെയ്ത ദിവസം അവിടെ ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് വരയ്ക്കേണ്ട ഒരു എക്സാം ആയിരിക്കും. ഇനി നിങ്ങൾ B പ്ലാനിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതുന്നത് പേപ്പർ 2B ആണ്. പേപ്പർ 2Bയിൽ മാത്സും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഡ്രോയിങ്ങിന് പകരം അവിടെ പ്ലാനിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു എക്സാം, ഒരു ടോപ്പിക്കിൽ നിന്നുള്ള എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മൂവിങ് ഓൺ,
ഇനി പേപ്പർ 1 നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. പേപ്പർ 1 ഐ റിപ്പീറ്റ് എന്തിനുള്ളതാണ്? BE BTech കോഴ്സുകളിലേക്കുള്ളതാണ്. 3 മണിക്കൂർ ആയിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ. 3 മണിക്കൂർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലല്ല, അവർ നമുക്ക് അലോട്ട് ചെയ്യുന്ന സെന്റേഴ്സിലായിരിക്കും. കേരളത്തിന്റെ കാര്യത്തിൽ പേടിക്കാനില്ല. 14 ജില്ലകളിലും എക്സാം സെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ വർഷം സെന്റേഴ്സ് മേ ബി കൂടുകയേ ചെയ്യുകയുള്ളൂ. ഇനി വരികയാണെങ്കിൽ നമുക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇനി പേപ്പർ 1 അതിന്റെ അകത്ത് തന്നെ 2 സെഷൻസ് വരുന്നുണ്ട്. സെഷൻ 1 MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷൻസ് തരും. അതിൽ ഒരു ആൻസർ മേ ബി കറക്റ്റ് ആയിരിക്കും എന്ന രീതിയിലുള്ളതാണ്. ഇനി സെഷൻ B എന്ന് പറഞ്ഞ മറ്റൊരു സെഷൻ ഉണ്ട്. അത് ന്യൂമറിക്കൽ സെഷൻ ആണ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ അവിടെ മാനുവലി നമ്മൾ എന്ത് ചെയ്യുന്നു, മൗസ് ഉപയോഗിച്ചിട്ട് സ്ക്രീനിലുള്ള കീബോർഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കേണ്ട പരിപാടിയൊന്നുമില്ല. എക്സാം എഴുതാൻ വേണ്ടി നമുക്ക് കാൽക്കുലേഷന് വേണ്ടി അവിടെ ചെറിയ റഫ് പേപ്പർ നമുക്ക് തരും. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. മുൻ വർഷങ്ങളിൽ 2025 മുമ്പ് സെഷൻ 1 മാത്രം, സെഷൻ Aയിൽ മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ചോദ്യം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും, തെറ്റിച്ചാൽ -1 ഉണ്ടായിരുന്നു. എന്നാൽ 2025 ലാസ്റ്റ് ഇയർ തൊട്ടിട്ട് സെഷൻ B ന്യൂമറിക്കലിനും നെഗറ്റീവ് മാർക്കിംഗ് വന്നു. അതായത് +4 -1 എന്ന രീതിയിൽ. ശരിയാക്കിയാൽ 4, തെറ്റിച്ചാൽ -1. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടുകയില്ല, നഷ്ടപ്പെടുകയില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, സെഷൻ Aയിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും 20 ചോദ്യങ്ങൾ വീതമാണുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ സെഷൻ Aയിൽ ടോട്ടൽ 60 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും 80 മാർക്ക് വെച്ചിട്ട് സെഷൻ Aയിൽ നിങ്ങൾക്ക് 240 മാർക്ക് MCQ ആയിട്ടാണ് ഉണ്ടാവുക. ഇനി സെഷൻ Bയിൽ ന്യൂമറിക്കലാണ്. 5 ചോദ്യങ്ങൾ വീതം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ടാവും. ടോട്ടൽ 15 ചോദ്യങ്ങൾ, 4 മാർക്ക് വീതം, ടോട്ടൽ 60 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ സെഷൻ Aയിൽ 240ഉം സെഷൻ Bയിൽ 60 മാർക്കും ടോട്ടൽ ആഡ് ചെയ്താൽ 300 മാർക്കായിരിക്കും ടോട്ടൽ 75 ചോദ്യങ്ങൾ. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെഷൻ Aയും സെഷൻ Bയും തമ്മിൽ ഇപ്പോൾ നെഗറ്റീവ് മാർക്കിങ്ങും അതിൻ്റെ കാര്യത്തിലൊന്നും ഡിഫറൻസ് ഇല്ല. എല്ലാത്തിലും കോമൺലി 4 മാർക്ക് ശരിയാക്കിയാൽ കിട്ടും, തെറ്റിച്ചാൽ 1 മാർക്ക് നഷ്ടപ്പെടും. ആൻസർ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല, 0 ആയിരിക്കും സ്കോർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇത് രണ്ടും ഒരുമിച്ചാട്ടോ, രണ്ട് എക്സാം ഒന്നുമല്ല, ഒരു 3 മണിക്കൂർ എക്സാമിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. റെഡി. ഇനി ഇതിന്റെ എലിജിബിലിറ്റി, ഇതായിരിക്കും നിങ്ങൾക്ക് വളരെ വളരെ കൺഫ്യൂഷൻ ഉള്ള കാര്യം. ആൻഡ് ഇതിലൊരു ക്ലാരിറ്റി ഞാൻ വരുത്തി തരാം. ഇതിന് ഒരു ഏജ് ലിമിറ്റ് എന്തില്ല, NTA പറയുന്നില്ല. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല വയസ്സിന്റെ കാര്യത്തിൽ. പക്ഷെ ഒരു കണ്ടീഷൻ അവർ പറയുന്നത്, നിങ്ങൾ 2024 2025 +2 പാസ്സായവരായിരിക്കണം. അതായത് 2023 മുമ്പ്, 2023 അതായത് 2024 മുമ്പുള്ള ഏത് വർഷം നിങ്ങൾ +2 പാസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. 2024 or 2025. അപ്പൊ റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഇവിടെ സ്കോപ്പ് വരുന്നുണ്ട്. ഇനി ഈ വർഷം +2 പഠിക്കുന്ന, അതായത് 2026 എഴുതാൻ പോകുന്നവർക്കും ഈ എക്സാം അപ്പിയർ ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ +2 എക്സാം പാസ്സാവുന്നതിന് മുമ്പായിരിക്കും ഈ എക്സാം ജാനുവരിയിൽ, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് എക്സാം എഴുതാം. റെഡി. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, മിനിമം മാർക്കിംഗ് NITകളിലും അതേപോലെ IIITകളിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എക്സാം എഴുതുന്ന സമയത്ത് പ്രശ്നമില്ല കേട്ടോ മക്കളെ. അതിന്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും ക്ലാരിറ്റി തരുന്നു. എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആക്ച്വലി കണ്ടീഷൻ ഇല്ല. NITകളിലും IITകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയ അഡ്മിഷൻ പ്രൊസീജിയർ ഇല്ലേ, അവിടെയാണ് ഈ മിനിമം മാർക്ക് കണ്ടീഷൻ വരുന്നത്. അതായത് നിങ്ങൾ +2 എഴുതി JEE മെയിൻസ് നല്ല സ്കോർ വാങ്ങി ക്വാളിഫൈ ചെയ്ത് ജോസോ, അതായത് ജോയിന്റ് അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയറിൽ പങ്കെടുത്ത് NITകളിലും IIITകളിലും ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് +2-ൽ 12th ഓർ +2, അതായത് +2 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്കാണ് +2 എന്ന് പറയാറ്. CBSEക്കാർക്ക് ക്ലാസ് 12. +2-ൽ മാത്രമായി, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് 75% മാർക്ക് വേണം. +1 മാർക്ക് നോക്കുന്നില്ല സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ. CBSE ആണെങ്കിൽ അവർക്ക് +1 എക്സാം ഇല്ല. +2 ആണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ് സിലബസിൽ 620 മാർക്കാണ് നിങ്ങൾക്ക് എന്തുള്ളത്, +2-ന്റെ മാത്രം മാർക്ക്. അതിൽ പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ ഒന്നും പറയുന്നില്ല. PCMB ഒന്നും പറയുന്നില്ല. ടോട്ടൽ 620. കാരണം ഫസ്റ്റ് ഇയറിൽ എത്ര ആയിരുന്നു, 580 അല്ലായിരുന്നോ, ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. അപ്പൊ അതിന്റെ 75% നമ്പേഴ്സ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. +2-ൽ നിങ്ങൾ നന്നായി പഠിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +1 മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ ക്ലിയർ ചെയ്യാൻ പറ്റില്ല.
+2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നിങ്ങൾ CS ആണ്, ഏതാണോ നിങ്ങൾ പഠിക്കുന്നത്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ പറയുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ എന്തായിരിക്കണം, 75% വാങ്ങിയിരിക്കണം. റിപ്പീറ്റ് ചെയ്യുന്നു, +1 മാർക്ക് കൺസിഡർ ചെയ്യില്ല. റെഡി? ആൻഡ് അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ പറയുന്നത് ടോപ്പ് 20%. പക്ഷെ അത് കേരളത്തിന്റെ കാര്യത്തിൽ അപ്ലിക്കബിൾ ആവാറില്ല. അത് മറ്റ് ചില സ്റ്റേറ്റുകളിലാണ് കാര്യമായിട്ട് യൂസ്ഫുൾ ആവാറ്. കാരണം അവിടുത്തെ ടോപ്പ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ടോപ്പ് 90%-ന് മുകളിലൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് ടോപ്പ് 20% എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അവർ പറയാറുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ അത് മോസ്റ്റ് കേസിലും അപ്ലിക്കബിൾ അല്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യാൻ ഇതൊരു കണ്ടീഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ ചെയ്ത് കിട്ടുന്ന മാർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തതിന് മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ യെസ്, അത് കൺസിഡർ ചെയ്യും. നിങ്ങൾ എന്താണോ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന +2 സർട്ടിഫിക്കറ്റിലെ മാർക്ക്, അതായിരിക്കും അവർ കൺസിഡർ ചെയ്യുക. ഇത് അഡ്മിഷൻ സമയത്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി ഫീസിലോട്ട് വരികയാണെങ്കിൽ ഫീസിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. പേപ്പർ 1, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 തന്നെ 2A ഉണ്ട്, 2B ഉണ്ട്. അപ്പൊ ഈ 3 പേപ്പേഴ്സിൽ പേപ്പർ 1, പേപ്പർ 2A, പേപ്പർ 2B, അത് 3 ഏതെങ്കിലും ഒരു പേപ്പർ എഴുതാൻ നിങ്ങൾക്ക് വരുന്ന ഫീസ് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ കോംപ്ലിക്കേഷൻ വരുത്തണം. നിങ്ങൾ ക്യാഷ് റെഡി ആക്കിയിട്ട് വേണം ഇതിന്റെ അപ്ലിക്കേഷന് പോകാൻ. അല്ലെങ്കിൽ എല്ലാം ഫീസ് അടച്ചു കഴിഞ്ഞാൽ മേ ബി റിജക്ഷൻ ഒക്കെ ചാൻസ് ഉണ്ട്. റോങ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കൃത്യമായി കാണിക്കും അപ്ലിക്കേഷൻ സമയത്ത്, അത് വേറെ കാര്യം. മെയിൽ ആണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1000 രൂപയും ഫീമെയിൽ ആണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 800 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ NCL ആണെങ്കിൽ നിങ്ങൾ NCL അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ വരികയാണെങ്കിൽ, NCL എന്ന് പറഞ്ഞാൽ നോൺ ക്രീമി ലെയർ ആണ്, OBC നോൺ ക്രീമി ലെയർ ആണ്. EWS പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. നിങ്ങൾ വീട്ടുകാരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഏതാണെന്ന്. മെയിൽ ആണെങ്കിൽ 900 രൂപയും ഫീമെയിൽ ആണെങ്കിൽ 800 രൂപയുമാണ്. ഇനി നിങ്ങൾ SC, ST, PWD ഓർ തേർഡ് ജെൻഡർ കാറ്റഗറി ആണെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് കോമൺലി 500 രൂപയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എഴുതാൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേപ്പർ 1 എഴുതാം, അതിന്റെ കൂടെ പേപ്പർ 2A എഴുതാം, വേണം അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1ഉം പേപ്പർ 2B എഴുതാം, വേണമെങ്കിൽ 3 എഴുതാം. അങ്ങനെ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഒരു പേപ്പറിൽ കൂടുതൽ എഴുതുകയാണെങ്കിൽ ഫീസിൽ ഒരു മാറ്റം ഉണ്ടാവും, കുറച്ച് കൂടുതൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മെയിൽ ആണെങ്കിൽ ജനറൽ ആണെങ്കിലും NCL ആണെങ്കിലും EWS ആണെങ്കിലും 2000 രൂപയാണ്. അതായത് ഈ 3 പേപ്പർ എഴുതുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും 2 എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് ഫീസ് വരുന്നത് മെയിൽ ആണെങ്കിൽ 2000 രൂപ, ജനറൽ NCL EWS കാറ്റഗറി, ഫീമെയിൽ ആണെങ്കിൽ 1800 രൂപ. ഈ SC, ST, PWD തേർഡ് ജെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയായിട്ട് ഫീസ് വരാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്യാഷ് റെഡി ആക്കി വെക്കുക. ആൻഡ് നിങ്ങൾ ഒരു കഫേയിലായിരിക്കും മോസ്റ്റ് പോലെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത്തവണ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനും കൂടി അവിടുത്തെ ഒരു അപ്ലിക്കേഷൻ ഫീസും കൂടി പൈസയും കൂടി നിങ്ങളുടെ കയ്യിൽ കരുതണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതല്ല അടുത്ത പോയിന്റ്. അങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ jemains.nta.org എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈറ്റിലാണ് പോകേണ്ടത്. അത് ഞാൻ താഴെ പിന്നിന്റെ മെസ്സേജിൽ വെക്കാം. ആ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചാടി കയറി പോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നവംബർ 27th വരെ നമുക്ക് സമയമുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. ഒരു കാര്യം കൂടി, പലർക്കും സംശയം ഉണ്ടാവും, ഈ പേപ്പർ 2Bന്റെയും 2Aന്റെയും ഞാൻ ഇരുന്നില്ല, ഈ ഒരു കാറ്റഗറി ഞാൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് വേണേൽ താഴെ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം കേട്ടോ. വീഡിയോ ഞാൻ ചെയ്യാം. അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാം. റെഡി? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒട്ടുമിക്ക പേഴ്സണൽ ഡീറ്റെയിൽസും അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് കറക്റ്റ് നെയിം ആയിരിക്കണം. 10ാം ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ആധാറിലൊക്കെ കറക്റ്റ് ഉള്ള പോലെ പേരുകളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യണം. അവിടെ ഫാദറിൻ്റെയും മദറിൻ്റെയും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നൊക്കെ എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി കറക്റ്റ്. അത് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന്. ഇനി ആധാർ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആണെങ്കിൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അത് ഡിജിലോക്കറിലും കൂടി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് പ്രോസസ്സ്. കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾ ഇങ്ങനെ മാനുവലി ടൈപ്പ് ചെയ്യുകയോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, തെറ്റിടില്ല. അപ്പോൾ നിങ്ങൾ ആധാർ ലേറ്റസ്റ്റ് ആണ്, അപ്ഡേറ്റഡ് ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. ആ ഫോട്ടോഗ്രാഫിൽ ചില കണ്ടീഷൻ പറയും, നിങ്ങളുടെ മുഖം സ്ട്രെയിറ്റ് ആയിട്ട് കാണണം. അപ്പോൾ ലേഡീസ് ഒക്കെ ആണെങ്കിൽ തല മറയ്ക്കുന്നവരാണെങ്കിൽ അവരെ ചെവി രണ്ടും കാണണം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ബേസിക്കലി ഒരു ക്ലിയർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാണാനുള്ളതാണ്. അപ്പോൾ കണ്ടീഷൻ ചിലപ്പോൾ ഫോട്ടോ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെവി രണ്ടും കാണുന്ന രീതിയിൽ, ഷോളൊക്കെ ആണെങ്കിൽ ചെവി രണ്ടും കാണുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് അതിൻ്റെ സൈസ് 300 KB താഴെ ആയിരിക്കണം. JPG ഓർ JPEG ഫയൽ ആയിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കഫേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾ തന്നെ സ്വയം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ടൂൾസ് ഉണ്ട് ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് ഇതിനേക്കാൾ ചെറുതാക്കാൻ. ഓക്കെ. ഇനി നിങ്ങളുടെ സൈൻ വേണം, സിഗ്നേച്ചർ വേണം. അത് സ്കാൻഡ് വേർഷൻ 50 KB താഴെയുള്ള ഫയലായിരിക്കണം. അതും JPG ഓർ JPEG ഫയലാണ്.
ഇനി നിങ്ങൾ 10ാം ക്ലാസ് നിങ്ങൾ സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും ഇനി നിങ്ങൾ സ്കൂൾ പോലെയുള്ള മറ്റെന്തെങ്കിലും ആണെങ്കിലും പഠിച്ച് പാസ്സായതെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മസ്റ്റാണ്. അതും <300 KB ആയിരിക്കണം. ഇനി മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ ലൈവ് ഫോട്ടോഗ്രാഫ് ഇത് ഇത്തവണ പുതുതായിട്ട് വന്നതാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സമയത്ത് വെബ് ക്യാം ഓൺ ആക്കിയിട്ട് നിങ്ങളെ ഒരു ഫോട്ടോ എടുക്കുക ലൈവായിട്ട്. അത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോ അല്ല, അവിടെ നിങ്ങൾ കഫേയിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വെബ് ക്യാമിൽ നിങ്ങളെ ക്യാപ്ചർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ചില ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ലൈറ്റ് കളേഴ്സ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെയാണ്. ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തുണ്ടാവും, വെബ് ക്യാം ഉണ്ടാവും, ക്യാമറ അതിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി PCs ഒക്കെ ആണെങ്കിൽ വെബ് ക്യാം ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ. ഇനി അതൊന്നും ഇല്ലാത്ത ഫോണിലൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. മിക്കവാറും മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ ഒരു ചെറിയൊരു 100 രൂപയോ 150 രൂപയോ പ്രോസസ്സിംഗ് ഫീസ് കൊടുത്തിട്ട് ഒരു അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, നമ്മൾ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അത് പ്രകാരം നിങ്ങൾ ചെയ്താൽ മതി. ഇനി മറ്റു കാര്യം, ഒരു മൊബൈൽ OTP ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കും കേട്ടോ. ആ സൈറ്റിൽ പോയിട്ട് ആദ്യം തന്നെ മൊബൈൽ OTP വേണം. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും, പക്ഷെ അതിൽ SMS വരാൻ ചാൻസ് ഇല്ലാത്തതാണ്. പിന്നെ അതുപോലെ ആ നമ്പർ മേ ബി കുറച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. OTP വരുന്ന ടൈപ്പ് മൊബൈൽ ഫോൺ നിങ്ങൾ കീപ്പ് ചെയ്യണം. ആൻഡ് ഇതിന് കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ലോഗിൻ സമയത്തും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ OTP യൂസ് ചെയ്യാനുണ്ട്. സോ OTP വേണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ സ്വന്തം ആവണം നിർബന്ധമില്ല, പക്ഷെ അവിടെയും നിങ്ങൾക്കൊരു വെരിഫൈഡ് ആയുള്ള ഒരു ഇമെയിലും വേണം. ഇമെയിൽ ത്രൂ OTP വരും. അപ്പോൾ ബാക്കി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അപ്ലിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ഈ ഇമെയിലിലോട്ടാണ് ഫോർവേഡ് ചെയ്യുക. അത് നമുക്ക് പിന്നീട് ആവശ്യമാണ് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ സമയത്തൊക്കെ. സോ ഇത് രണ്ടും ഉറപ്പ് വരുത്താം. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്ന വീഡിയോ എഡ്യൂപോർട്ടിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി വിചാരിക്കുന്നു. ഇനി ഇതേപോലെയുള്ള എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഏതൊക്കെ NITs ആണ്, ഏതൊക്കെ IIITs ആണ്, ഏതൊക്കെയാണ് ഇനി സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IITs അല്ലാതെ, അതായത് മെയിൻസിൻ്റെ സ്കോർ വെച്ചിട്ട് ഏതൊക്കെയാണ് ബെസ്റ്റ്, നിങ്ങൾക്കുള്ള അതിലുള്ള ചാൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഡീറ്റെയിൽസ് അനാലിസിസ് എല്ലാം നമ്മൾ ഈ വീഡിയോ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.